നമസ്കാരം. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ലോകരാജ്യങ്ങൾക്കെതിരെ വലിയൊരു താരിഫ് യുദ്ധം തന്നെ നടപ്പിലാക്കിയിരുന്നു. ആ താരിഫ് യുദ്ധത്തിൻ്റെ ഒരു ബാക്കി പത്രം എന്നോണമാണ് ഇപ്പോൾ വരുന്ന 12.5% താരിഫ്. 60ഓളം രാജ്യങ്ങൾക്കെതിരെയാണ് അമേരിക്ക 12.5% താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അമേരിക്കൻ US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ആക്ട് USTR ആക്ട് 1974 301 നിയമം അനുസരിച്ചാണ് ഈ രാജ്യങ്ങൾക്കെതിരെ താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 60ഓളം രാജ്യങ്ങൾക്ക് നേരെ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും അതിൽ 54 രാജ്യങ്ങൾക്കെതിരെ താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ആ രാജ്യങ്ങളിലൊക്കെ ഫോഴ്സ്ഡ് ലേബർ നിലനിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചൈനയ്ക്കെതിരെ ഉയ്ഗുർ മുസ്ലിംസിനെതിരെയുള്ള ചില ഫോഴ്സ്ഡ് ലേബർ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനിൽ ചില ഫോഴ്സ്ഡ് ലേബർ നിലനിൽക്കുന്നു. ഭാരതത്തിനെതിരെ അവർക്ക് വ്യക്തമായ രീതിയിൽ ഭാരതം ഈ രീതിയിൽ ഫോഴ്സ്ഡ് ലേബർ നടപ്പിലാക്കുന്നു, അല്ലെങ്കിൽ നിയമപ്രകാരം തന്നെ ഫോഴ്സ്ഡ് ലേബർ ഇന്ത്യയിൽ അനുവദനീയമാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും അമേരിക്കയ്ക്ക് സംശയമില്ല. ഭാരതം ഒരു കാരണവശാലും അത്തരത്തിലുള്ള നിയമങ്ങൾക്ക് പിന്തുണ നൽകുന്നില്ല. എന്നാൽ ചില കമ്പനികൾ, ചില വ്യവസായ സ്ഥാപനങ്ങൾ ഇത് നടപ്പിലാക്കുന്നുണ്ട് എന്നതാണ് അമേരിക്കയുടെ ഒരു സംശയം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ അന്വേഷണം നടക്കുകയാണ്. ഭാരതത്തെ ഇതിൽ പൂർണ്ണമായും ഉൾക്കൊള്ളിച്ചിട്ടില്ല. എന്നാൽ 60ഓളം രാജ്യങ്ങൾ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ മോശമായ രീതിയിൽ ബാധിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് സബ്സിഡികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ തകിടം മറിക്കുവാനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമിതമായ രീതിയിൽ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു സാഹചര്യം, അതായത് വില കുറച്ചുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ തന്നെയും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യേണ്ട ഒരു സാഹചര്യം ഭാരതത്തിനകത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ടാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു പരാതി. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള താരിഫ് ഭാരതത്തിനെതിരെ ഇപ്പോൾ പ്രധാനമായിട്ടും ഏർപ്പെടുത്തിയിട്ടുള്ളത്. 16ഓളം രാജ്യങ്ങളാണ് ഇത്തരത്തിൽ അനാവശ്യമായി സബ്സിഡി കൊടുത്തുകൊണ്ട് ഈ രാജ്യങ്ങൾ അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയും അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയ്ക്കുകയും ചെയ്യുന്നു എന്നതാണ് അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട പരാതി. എന്നാൽ 54ഓളം രാജ്യങ്ങൾ ആ രാജ്യങ്ങൾക്കകത്ത് ഫോഴ്സ്ഡ് ലേബർ നിയമവിധേയമായി തന്നെ നടപ്പിലാക്കുന്നുണ്ട് എന്നതാണ്. പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയൻ ആയാലും അല്ലെങ്കിൽ തന്നെ മറ്റ് ചില രാജ്യങ്ങൾ, അതായത് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളായാലും ഈ രീതിയിൽ ഫോഴ്സ്ഡ് ലേബർ അവരുടെ ടെറിട്ടറിക്കകത്ത്, അവരുടെ ഭരണഘടനാ പരിധിക്കകത്ത് ഇത് ചെയ്യുന്നു എന്നാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട പരാതി. അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ രാജ്യങ്ങൾക്കെതിരെ താരിഫ് ഏർപ്പെടുത്തുവാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. WTOയുടെ നിയമപ്രകാരമല്ല ഈ USTR എന്ന് പറയുന്നത്, WTOയുടെ അണ്ടറിൽ വരുന്നതുമല്ല. അമേരിക്ക ഏർപ്പെടുത്തിയ പുതിയ തരത്തിലുള്ള ഒരു നിയമ പദ്ധതിയാണ്. അത് 1974 കടന്നു വരുന്നത്. ഇതിനെ പല രാജ്യങ്ങളുടെയും ഭരണവ്യവസ്ഥിതി അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ അൺറീസണബിൾ, അൺജസ്റ്റിഷ്യബിൾ, ഡിസ്ക്രിമിനേറ്ററി എന്നൊക്കെ തരംതിരിച്ചുകൊണ്ടാണ് അമേരിക്ക ഈ പോളിസി നടപ്പിലാക്കുന്നത്. അൺറീസണബിൾ എന്ന് പറയുമ്പോൾ അനാവശ്യമായി ചില അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കെതിരെ സബ്സിഡിയോ മറ്റു കാര്യങ്ങളോ ഏർപ്പെടുത്തിക്കൊണ്ട് ആ സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് പ്രത്യേകിച്ചും ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആ പ്രോഡക്റ്റിന് മേൽ ഇന്ത്യയുടെ ഇപ്പോൾ അരി ഉൽപ്പന്നങ്ങളെന്ന് വിചാരിക്കുക, ആ അരി ഉൽപ്പന്നങ്ങൾക്ക് നേരെ അനാവശ്യമായിട്ടുള്ള ചില സബ്സിഡികൾ ഇന്ത്യ നൽകിയതിന് ശേഷം ഈ അരി ഉൽപ്പന്നങ്ങളുടെ വില താരതമ്യേന കുറയ്ക്കും. ഇത് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ, ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ മറ്റ് രാജ്യങ്ങളുടെ വിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രോഡക്റ്റിൻ്റെ വില കുറഞ്ഞിരിക്കും. അത് യഥാർത്ഥത്തിൽ ആ പ്രോഡക്റ്റ് വാല്യൂ തന്നെ സബ്സിഡി മുഖാന്തരം കുറച്ചു വയ്ക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ അത് ഉണ്ടാകുന്നത്. ഇത് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയ്ക്കുകയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് അത്തരം ചില സബ്സിഡികൾ അനാവശ്യമായി കൊടുക്കുന്നതിൻ്റെ സാഹചര്യത്തിലാണ് ഇന്ത്യക്കെതിരെ ഒരു നീക്കം നടത്തുവാൻ വേണ്ടിയിട്ട് അമേരിക്ക ഉദ്ദേശിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇത്തരത്തിൽ പല രാജ്യങ്ങൾക്ക് നേരെയും പല തരത്തിലാണ് അമേരിക്ക അവരുടെ നിയമം പ്രയോഗിക്കുന്നത്. എന്തായാലും ഇതൊന്നും തന്നെ ലോകം അംഗീകരിച്ചിട്ടില്ല. അതിനിശ്ചിതമായ വിമർശനങ്ങളാണ് ഇതിനെതിരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതിനു മുന്നേയും ഇത്തരത്തിൽ താരിഫ് വാർ നടത്തിയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അനാവശ്യമായ താരിഫുകൾ ഏർപ്പെടുത്തിയതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കയുടെ സുപ്രീം കോടതി തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷനെ വലിയ രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കാര്യമായ ഒരു ചലനം അമേരിക്കയിൽ ഉണ്ടാക്കുവാനുള്ളൊരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ചും ട്രംപ് ഗവൺമെൻറ് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ളതായ അനാവശ്യമായ നീക്കങ്ങളുടെ പേരിൽ പലപ്പോഴും പഴി കേട്ടിട്ടുണ്ട് അവർ.
ഇത്തരം നിയമങ്ങളെല്ലാം തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ സാരമായ രീതിയിൽ ബാധിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ എങ്കിലും ഇപ്പോഴും ആ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതല്ലാതെ മറ്റു തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അമേരിക്ക ഈ കാര്യങ്ങൾ, അതായത് താരിഫ് വാർ നടത്തുന്നുണ്ട്. അതിപ്പോൾ കോയേസീവായിട്ടുള്ള ലേബർ, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഫോഴ്സ് ലേബർ നമ്മൾ മുൻ സൂചിപ്പിച്ചതാണ്. അതോടൊപ്പം തന്നെ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അതായത് ഒരു രാജ്യത്തിനകത്ത് ഒന്നുകിൽ ഫോഴ്സ്ഡ് ലേബർ, അതായത് നിർബന്ധിച്ചുകൊണ്ടുള്ള തൊഴിലാളികളുടെ ഇഷ്ടപ്രകാരമല്ലാതെയുള്ള ലേബർ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുക, അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത് പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ആ രാജ്യത്തിലേക്ക് ഉണ്ടാകുക, ക്വയസി ലേബർ, ഇത്തരത്തിലുള്ള നിയമങ്ങൾ തന്നെയാണ് ക്വയസി ലേബറിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ ആ രാജ്യത്തിൽ വ്യക്തമായ നിയമങ്ങളില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്തിനെതിരെ ഒരു പണിഷ്മെൻറ്റ് എന്ന നിലയിൽ താരിഫ് ഏർപ്പെടുത്താവുന്നതാണ് എന്നതാണ് അമേരിക്കയുടെ ഒരു വാദഗതി. എന്തായാലും അമേരിക്ക നടത്തുന്ന ഈ നീക്കങ്ങൾക്കെതിരെ തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മേജറായിട്ട് ഇന്ത്യയിൽ നിന്ന് അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന ടെക്സ്റ്റൈൽസും ഇലക്ട്രോണിക്കും എൻജിനീയറിംഗ് ഗുഡ്സും ഒക്കെയാണ്. ഇതിൻ്റെയൊക്കെ മുകളിൽ ആവശ്യമായി അമേരിക്ക ഈ നടത്തുന്ന പോളിസികൾക്കെതിരെ ലോകവ്യാപകമായിട്ട് വലിയ വിമർശനങ്ങളുണ്ട്. എന്നാൽ അമേരിക്ക നടത്തുന്ന ഈ നീക്കങ്ങളിൽ ചില നീക്കങ്ങൾ വളരെ ശരിയുമാണ്. ഇപ്പോൾ പാകിസ്ഥാനെതിരെയൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണ്. അത് അമേരിക്കയ്ക്ക് തന്നെ അറിയാം. പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണ്. ഈ ഭീകരവാദ രാജ്യത്തിനകത്ത് 12ഓളം അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകളുണ്ട് എന്നാണ് അമേരിക്കയുടെ ഇൻ്റലിജൻസ് തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. പാകിസ്ഥാനെ പല കാര്യങ്ങളിൽ നിന്നും അമേരിക്ക മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട സമാധാനത്തിൽ കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്ക പാകിസ്ഥാനെയാണ് ഇത് ചുമതല ഏർപ്പെടുത്തിയത്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ അട്ടിമറിക്കുവാനാണ് കൂടുതലായി അവർ ശ്രമിച്ചത്. പ്രധാനമായിട്ടും അസിം മുനീറിനെ പോലുള്ള ആൾക്കാർ ചെന്നത് ഈ കരാർ എങ്ങനെയും നീട്ടിക്കൊണ്ടു പോവുക, അത് നീട്ടിക്കൊണ്ടു പോയതിന് ശേഷം പരമാവധി തുകയിലെത്തിയതിന് ശേഷം ആ തുക അടിച്ചെടുക്കുക എന്നതാണ് പാകിസ്ഥാൻ ഇതിന് പിന്നിൽ പാകിസ്ഥാൻ്റെ ഒരു അജണ്ട. എന്നാൽ ആ അജണ്ടയൊന്നും നടപ്പിലായില്ല. ആദ്യം തന്നെ ഇറാൻ ഇവരെ തള്ളി. അതിനു മുന്നേ ഈ ചർച്ചയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ഇസ്രായേൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അമേരിക്കയുടെ ഉദ്ദേശം, അമേരിക്കയുടെ ലക്ഷ്യം ഒന്ന് മാത്രം മുൻനിർത്തിയാണ് പാകിസ്ഥാൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. പക്ഷേ അതൊരു വലിയ പരാജയത്തിൽ കലാശിക്കുകയായിരുന്നു. അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്നത് ഇഷ്ടമായിരുന്നുവെങ്കിലും പാകിസ്ഥാൻ്റെ ഈ രീതിയിലുള്ള വലിയ അഴിമതിയും മറ്റ് കാര്യങ്ങളും കാരണം പാകിസ്ഥാന് വലിയ ബുദ്ധിമുട്ട്, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തെ വീണ്ടും നീട്ടിക്കൊണ്ടു പോകാനുള്ള കാര്യങ്ങളായിരുന്നു. എന്തായാലും അതിൻ്റെ പിന്നിൽ ചൈനയൊക്കെ കളിച്ചിട്ടുണ്ട് എന്നതാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇതൊന്നും തന്നെ നടപ്പിലായില്ല. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ ആ സമാധാന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നേറുകയാണ്. പക്ഷേ ഇപ്പോഴും മധ്യേഷ്യൻ മേഖലകളിലേക്ക് കനത്ത യുദ്ധം തന്നെയാണ് ഇറാൻ നടത്തുന്നത്. അമേരിക്കയും ഹോർമൂസ് മേഖലകളിൽ നിന്ന്, ഹോർമൂസ് തുറമുഖമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന്, ഹോർമൂസ് ഇടനാഴിയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് വളരെ ശക്തമായ ആക്രമണം തന്നെയാണ് ഇറാന് നേരെ നടത്തുന്നത്. എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം. ഭാരതം ഉൾപ്പെടെയുള്ള 60ഓളം രാജ്യങ്ങൾക്ക് നേരെ അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ താരിഫിനെല്ലാം തന്നെ തീർച്ചയായിട്ടും നിയമപരമായിട്ട് ഒരു സാധുതയുമില്ല. അതെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നും അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാകുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.